നമസ്കാരം. അനിമേഷൻ പാടത്തെ ജീവനില്ലാത്ത കുറെ അനിമൽസ് സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. വാസ്തവത്തിൽ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഈ കണ്ണ് തള്ളുക എന്ന് കേട്ടിട്ടില്ലേ? ഓരോന്ന് കാണുമ്പോൾ കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണ് തള്ളിപ്പോകുന്നു എന്നൊരു നാടൻ പ്രയോഗമുണ്ട്. കർണാടക, തമിഴ്നാട്, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര ഈ സംസ്ഥാനങ്ങളിൽ വന്ന ഇൻവെസ്റ്റ്മെന്റ്സ് അത്ഭുതപ്പെടുത്തുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. ലക്ഷം കോടിയാണ്. 1000-2000 ഒന്നുമല്ല. ആന്ധ്രാപ്രദേശിൽ വന്നത് ഗൂഗിളിന്റെ തന്നെ പുതിയ സ്ഥാപനമാണ് വരുന്നത്. ഇങ്ങനെ ലോകോത്തര സ്ഥാപനങ്ങൾ ഇവിടെ എല്ലാം വരുമ്പോൾ നമ്മുടെ ഇവിടെ ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ടുണ്ട്. തലസ്ഥാനത്തെ തകർക്കുന്ന ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ടുണ്ട്. രാസാവും പ്രിൻസിപ്പൽ സെക്രട്ടറിയും അവരുടെ വികട ബുദ്ധിയിൽ തോന്നിയതാണ് വിഷൻ 31. വസ്തുതയിൽ ഒരു വിഷം 31 ആണ്. കേരളീയരെ വിഷം കൊടുത്ത് കൊല്ലുന്നതാണ് ഇതിനേക്കാൾ ഭേദം. കഴിഞ്ഞ 10 വർഷം തുടർച്ചയായിട്ട് അധികാരമെടുത്ത് വെള്ളിത്താലത്തിൽ ജനങ്ങൾ നൽകിയിട്ട് കാശിന്റെ പ്രയോജനമില്ലാതെ സ്വർണം കട്ട് മോഷ്ടിച്ച് സാക്ഷാൽ ശബരിമല അയ്യപ്പന് പോലും സ്വസ്ഥമായി ഇരിക്കാൻ കഴിയാത്ത സാഹചര്യം. തുടക്കം തന്നെ അറിയാമല്ലോ. അന്നത്തെ കൂടെ ഉണ്ടായിരുന്ന സെക്രട്ടറി ഉണ്ടല്ലോ, ശിവശങ്കർ, സ്വർണം കടത്താണ്. ഏതെങ്കിലും നാട്ടിൽ കേട്ടിട്ടുണ്ടോ മുഖ്യമന്ത്രിയുടെ കേന്ദ്രത്തിൽ നിന്ന് സ്വർണം കടത്തുന്ന പ്രവർത്തനം നടത്തുക? ഇപ്പൊ എന്താണ്? അമ്പലങ്ങളിൽ ദൈവങ്ങൾക്ക് ഇരിക്കാൻ പൊറുതിയില്ല. ദൈവങ്ങൾ തന്നെ ദൈവങ്ങൾക്ക് കാവലിരിക്കേണ്ട കാലത്തിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അതാണ് ഈ വിഷം എന്ന് പറയുന്നത്. അങ്ങനത്തെ വിഷം കാലം 2031 വിഷം കാലം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇനി ഞങ്ങൾ 2031 കേരളത്തെ വികസിപ്പിക്കാൻ പോകുന്നത്. കിട്ടിയ 10 കൊല്ലം പാഴാക്കിയവർ. ഞാൻ മറ്റ് ജില്ലകളുടെ കാര്യമൊന്നും പറയുന്നില്ല. ഇവിടെ തലസ്ഥാനത്ത് നടന്ന കുറെ വികസനം, തലസ്ഥാനത്തെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അനിമേഷൻ ചിത്രങ്ങളാണ്, അല്ലാതെ ഒന്നും റിയാലിറ്റി ഒന്നും കാണിക്കാനില്ലാത്തപ്പോൾ പിന്നെ എന്താ ചെയ്യുക? വല്ലവരെയും കോപ്പി അടിച്ച കുറെ അനിമേഷൻ ചിത്രങ്ങൾ എടുത്തുകൊണ്ട് കൈയും കാലും നീട്ടി റോബോട്ടുകളും ഡ്രോണുകളും ഒക്കെ കൊണ്ടുവന്ന് കുറെ നാടകങ്ങൾ കാണിക്കുക. തിരുവനന്തപുരത്ത് KIL സ്വന്തമായിട്ട് എണീറ്റ് നടക്കാൻ ജീവനില്ല, മൊത്തം അഴിമതി, സ്വന്തമായിട്ടൊരു വാഹനം ഉൽപ്പാദിപ്പിക്കാൻ ത്രാണിയില്ലാത്ത ഒരു സ്ഥാപനത്തിന്റെ നേതൃത്വത്തിലാണ് കേരളത്തിൽ ഓട്ടോമോട്ടീവ് ഹബ്ബ് കൊണ്ടുവരാൻ പോകുന്നത്. വേറൊരു ജീവനില്ലാത്ത ലൈഫ് സയൻസ് പാർക്കുണ്ട്. ഒരു 10 കൊല്ലമായി കുറച്ച് സ്ഥലം എടുത്തിട്ടുണ്ട്. അവിടെ ആ സ്ഥലം നാട്ടുകാർക്ക് കൊടുത്തിരുന്നെങ്കിൽ അവർ 2 വാഴയെങ്കിലും വെക്കുമായിരുന്നു. ഇങ്ങനെ കബളിപ്പിക്കുന്ന, മൊത്തത്തിൽ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു വിഷൻ അവതരിപ്പിക്കാൻ ഇരുന്നപ്പോൾ അക്കിടി പറ്റി. ഓപ്പണിംഗ് ബാറ്റ്സ്മാനും കൂട്ടുകാരനും അക്കിടി പറ്റി. ആരാണ് മറുപടി കൊടുക്കുന്നത്? ഞങ്ങളൊക്കെ പറഞ്ഞപ്പോ ഞങ്ങളൊക്കെ 7ാം കൂലികളാണ്, ഇവിടെ സിംഗപ്പൂരാകും ദുബായ് ആകും എന്ന് പറഞ്ഞപ്പോൾ ആ പോർട്ട് തന്നെ നശിപ്പിക്കാൻ തറ്റുടുത്തിറങ്ങിയ തന്ത്രി അവസാനം ഇരുന്ന് കേൾക്കേണ്ടി വന്നു. ശ്രീ പ്രദീപ് ജയരാമൻ, ഞങ്ങളാരും അല്ലല്ലോ പറഞ്ഞത്, ശ്രീ പ്രദീപ് ജയരാമൻ എന്ന് പറയുന്ന സാക്ഷാൽ വിഴിഞ്ഞം സീപോർട്ടിന്റെ CEO അദ്ദേഹം പറഞ്ഞെന്താണ്? കേൾക്കുക. സെയിലിംഗ് കമന്ററി അത് കഴിഞ്ഞിട്ട് പറയാം. From Virinjam perspective, we can say that our phase 1 is complete. If you actually look at it, officially we threw it open 3rd December. We are not even 1 year at this point of a time. We are running at 120-130% capacity. So that shows the capability of this location and this port. പോർട്ടിന്റെ പെർഫോമൻസ് ആണ് അദ്ദേഹം പറഞ്ഞത്. 1 വയസ്സ് പോലും പ്രായമാകാത്ത ഒരു കുഞ്ഞ് നടത്തുന്ന പ്രോഡിജി എന്ന് പറയും, അവിശ്വസനീയമായ പ്രവർത്തനങ്ങൾ. 135% ഒരു സ്ഥാപനം കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടോ? 135% പെർഫോമൻസ് നടത്തുന്ന ഒരു സ്ഥാപനം. KSRTCയും KSEBയും ഒക്കെ പ്രവർത്തിപ്പിച്ചവർക്ക് ഇത് ചിലപ്പോൾ അത്ഭുതമുളവാക്കും. ആ കഥയാണ് അദ്ദേഹം പറഞ്ഞപ്പോ അതൊന്നും കേട്ടിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ പോലും തന്ത്രിക്കും കൂട്ടുകാരനും ഇല്ലാതായപ്പോൾ തന്ത്രി പതുക്കെ സ്ഥലം വിട്ടു. എന്തോ ഒരു അടവ് നയം പ്രയോഗിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. തിരിച്ചു വന്നപ്പോഴും ഈ ജൈത്രയാത്രയുടെ കഥ അവസാനിക്കുന്നില്ല. പൊറുതിയിൽ അദ്ദേഹത്തിന് ഇരിക്കപ്പോൾ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് കാണുമ്പോഴറിയാം ഒരു താല്പര്യവുമില്ലാതെ ഈ മാരണമൊന്ന് നിർത്തുമോ എന്നുള്ള മാനസികാവസ്ഥയിലാണ് അദ്ദേഹം ഇരുന്ന് കേൾക്കുന്നത്.
ശ്രീ പ്രദീപ് ജയരാമൻ പിന്നെയും കൊടുക്കുന്നുണ്ട് കൊട്ട്. സിംഗപ്പൂരാകും, ഹോങ്കോങ് ആകും. The second thing which normally I say, which India also as a country has realized that there's a huge potential in the maritime. I give this example every time that India did about 22 million TEUs EXIM last year. And Singapore, which is the size of Bangalore, did about 41. So almost double of what the entire country does. So now that Vadhavan is something which people are looking at as a giant port, but I strongly suggest that if any place in the country that has a potential to be the next Singapore, next Hong Kong, it is actually Trivandrum city or Thiruvananthapuram city, right? That should be our vision, mission here. ഇന്ന് വരെ ഇന്ത്യയിലെ ഒരു നഗരത്തെക്കുറിച്ച് ആരെങ്കിലും ഇന്ന് വരെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ചവിട്ടിക്കൂട്ടി ഇല്ലാതാക്കാൻ ശ്രമിച്ച ഈ തുറമുഖവും ഈ നഗരവും അത് വളരാൻ പോകുന്ന പോക്ക്, അതിന്റെ ബുള്ളറ്റ് വേഗത നിങ്ങളെ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് പ്രദീപ് ജയരാമൻ നിങ്ങളുടെ കാതിൽ ഓതിത്തന്നത്. അതാണ് പറയുന്നത് കാലത്തിന്റെ കടൽ നീതി. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു നഗരത്തെയാണ് നിങ്ങൾ 30 കൊല്ലം ഇല്ലാതാക്കി അവസാനം മന്ത്രിയായിരുന്ന 5 കൊല്ലവും അതിനു മുമ്പുള്ള 5 കൊല്ലവും കൂടി ചേർന്ന് 10 കൊല്ലവും പാഴാക്കിയിട്ട് ഇപ്പം വിഷം 31 ഇറങ്ങിയിരിക്കുകയാണ്. തന്ത്രിക്ക് സഹിക്കപ്പുറതിയില്ലാതെ തന്ത്രി ഇറങ്ങിപ്പോയപ്പോൾ ബാറ്റൺ ബാറ്റ്സ്മാൻ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ഏറ്റെടുത്തു. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്? തുറമുഖത്ത് വരേണ്ട ചരക്ക് തിരുവനന്തപുരത്ത് ഉൽപ്പാദിപ്പിക്കില്ല, കൊല്ലത്ത് ഉൽപ്പാദിപ്പിക്കില്ല, പത്തനംതിട്ടയും ഉൽപ്പാദിപ്പിക്കില്ല, പാലക്കാടാണ് ഉൽപ്പാദനം. പാലക്കാട് ഉൽപ്പാദിപ്പിച്ചിട്ട് 350 കിലോമീറ്റർ വണ്ടി ഓടിച്ചും കൊണ്ടുവരും. ട്രക്കിന് ആര് പൈസ കൊടുക്കും? അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ശമ്പളത്തൊന്ന് കൊടുക്കുമോ? ഒരു 20 ഫീറ്റ് കൊണ്ടുവരാൻ ഏകദേശം 68,000-70,000 രൂപയാണ്. ഒരു കണ്ടെയ്നർ പാലക്കാട് നിന്ന് ഇവിടെ എത്താൻ 68,000-70,000 രൂപ ആരാണ് കൊടുക്കുക? കേരള ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുമോ? കേരള ഗവൺമെന്റ് പണ്ട് കേരള മാരിടൈം ബോർഡ് കപ്പലുകൾക്ക് സബ്സിഡി കൊടുക്കാൻ പോയി, നോട്ടിക്കൽ മൈലിന് 1 രൂപ. എന്നിട്ട് പോലും ഒരു കപ്പൽ ഇവിടെ വന്നില്ല. ഇവിടെ ഈ 68,000-70,000 കോടി മുടക്കി പാലക്കാട് കമ്പനി ഇട്ടവർ അവിടെ നിന്ന് കണ്ടെയ്നർ കയറ്റി ഇവിടെ കൊണ്ടുവരണം. ഇനി 40 അടിയാണെങ്കിലോ അത് 1,00,000-ഉം 1,20,000-ഉം. ഈ മണ്ടം കളി കേരളത്തിലല്ലാതെ വേറെ ആരും നിങ്ങളെ വെച്ച് വെറുപ്പിക്കത്തില്ല. ഈ 1,00,000 രൂപയും മുടക്കി പാലക്കാട് ഉൽപ്പാദിപ്പിച്ച് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് കയറ്റിവിടണമെന്നാണ് ഇപ്പോഴും പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്ബോധിപ്പിക്കുന്നത്. അവിടെയും പ്രദീപ് ജയരാമൻ 1-ാം തരം ക്യാച്ച് എടുത്ത് വിക്കറ്റ് തെറിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞ് ഒരു മരുഭൂമിക്കകത്ത്, പോർട്ടിനകത്ത്, മുന്ദ്ര എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് കാണാൻ അദ്ദേഹം ക്ഷണിച്ചു. അവിടെ അന്താരാഷ്ട്ര ബിസ്ക്കറ്റ് കമ്പനി ആ മരുഭൂമിയിൽ ഫാക്ടറി തുടങ്ങാൻ കാരണം ആ പോർട്ടാണ്. അതുകൊണ്ട് എന്തെങ്കിലും കച്ചവടം നടക്കണമെങ്കിൽ, കേരളം രക്ഷപ്പെടണമെങ്കിൽ ആദ്യം തിരുവനന്തപുരം ജില്ലയിൽ കമ്പനികൾ തുടങ്ങണം. പാലക്കാടും കണ്ണൂരും കാസർഗോഡും ഒക്കെ അത് കഴിഞ്ഞിട്ട് എവിടെ വരുന്നതിനും ഞങ്ങൾ വിരോധമില്ല. ഇവിടെ വരാതുള്ള ചപ്പടി വിദ്യകൾ, ഓപ്പണിംഗ് ബാറ്റ്സ്മാന്റെ കൂട്ടുകെട്ടുകൾ തലസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി മാത്രമാണ് എന്നുള്ള കാര്യം ഇന്ന് ലോകം മുഴുവൻ പാട്ടാണ്. പാണന്മാർ പാടി നടക്കുന്നുണ്ട്.